+2 കഴിഞ്ഞു. അതിന്റെ മാർക്കും വന്നു. എല്ലാരും ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അഡ്മിഷനാണ്. അതിന്റെ ടെൻഷനിലും കൺഫ്യൂഷനിലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. +2 കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് എല്ലാവരും ചോദിക്കുന്നതും നമ്മൾ എന്താ പറയാ നിരാശപ്പെട്ടിരിക്കുന്നതും ഇതൊക്കെയെന്ന് പറയുന്നത് ഈ ഒരു താൽക്കാലികം മാത്രമാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്ത് മാർക്കാണോ ഗ്രേഡ് ആണോ അത് ആദ്യം ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. +2ലെ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത അഡ്മിഷനൊക്കെ ബാധിക്കുന്നത്. പക്ഷെ ഇതാണ് ജീവിതം എന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റക്ക് ആയിട്ട് നിരാശപ്പെട്ടിരിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്തോറും മനസ്സിലായിക്കോളും. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് 10ാം ക്ലാസ്സും +2 ഒന്നും അല്ല ജീവിതം മക്കളെ, നിങ്ങൾ മുന്നോട്ടേക്ക് പോകും. അത് തന്നെയാണ് ശരിക്കും റിപ്പീറ്റ് ചെയ്യാനുള്ളത്. മുന്നോട്ട് പോകുന്തോറുമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയാണ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്. നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ സ്കൂൾ ലൈഫ് അങ്ങ് കഴിഞ്ഞു. നമ്മുടെ SSLC +2ന് ശേഷമുള്ള സ്കൂൾ ലൈഫ് ഒക്കെ നന്നായിട്ടൊന്ന് കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഒരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് പോവാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് മാസ്റ്റർ ചെയ്ത് പോവാണോ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് പോവേണ്ടത്. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത്രയും നാളും എടുത്തതും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഏത് സ്ട്രീം ആണോ ഏതിലാണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെന്നുണ്ടെങ്കിലും ഏത് സ്ട്രീം ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ഒരുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന സ്ട്രീമിൽ മാത്രം എടുത്ത് ഇന്ന കോഴ്സ് എടുത്താൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ വിചാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ പറയുന്ന ഒരു മിത്ത് തന്നെയാണ്, സയൻസ് എടുത്തില്ലെങ്കിൽ ജീവിതം പോയിന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഞാൻ സയൻസ് ആയിരുന്നു സബ്ജക്ട് എടുത്തത്. പക്ഷെ അത് തന്നെ ഞാൻ പറയുന്നു, കൊമേഴ്സും ഹ്യൂമാനിറ്റീസിലും ഉള്ള ഓപ്പർച്യൂണിറ്റീസും എന്താ പറയാ സയൻസിലുള്ള ഓപ്പർച്യൂണിറ്റീസും അങ്ങനെ പ്രത്യേകം വേർതിരിവൊന്നുമില്ല. കാരണം നമ്മൾ എടുക്കുന്ന ഒരാള് നമ്മൾ ഏത് കോഴ്സ് എടുത്തു, അതിൽ നമ്മുടെ സ്കില്ല്, നമ്മൾ ഏത് ലെവലിൽ എത്തുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, സ്മാർട്ട് വർക്ക് ചെയ്യുന്നു, അതനുസരിച്ചാണ് ഒരാളുടെ സക്സസ്. അല്ലാതെ ഒരു കോഴ്സും ഒരു സ്ട്രീമും ഒരാൾക്ക് സക്സസ് നേടിത്തരുന്ന പുറമേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് പറയും ഇന്ന കോഴ്സ് എടുത്താൽ രക്ഷപ്പെടും. അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളിപ്പോൾ വിളിക്കുന്ന സമയമായിരിക്കും, ഒരുപാട് പരസ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും അഭിപ്രായങ്ങൾ പറയാൻ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അതൊക്കെ കേട്ടോ. അത് കൂടാതെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ചേട്ടന്മാരുടെ അടുത്തും ചേച്ചിമാരുടെ അടുത്തൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുക. കാരണം നമ്മൾ എടുത്ത ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കോഴ്സ് അവർ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കുക. അവർ ഷെയർ ചെയ്യും എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അവർ ഏത് ലെവലിലാണ് എത്തിയത്. പക്ഷെ ഒന്നോർക്കുക, അത് അവരുടെ പേഴ്സണൽ ചോയ്സും എക്സ്പീരിയൻസും മാത്രമാണ്. അത് വെച്ചിട്ട് ഒരിക്കലും അൾട്ടിമേറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കരുത്. കാരണം ഒരാൾക്കൊരു സബ്ജക്റ്റും ഒരു കാര്യം പാടാണെന്ന് കരുതി മറ്റൊരാൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും അവസാനം തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്, ഏത് കോഴ്സ് എടുക്കണം എങ്ങനെയാണെന്ന്. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ +2 കഴിഞ്ഞ് അടുത്ത കോഴ്സ് എടുത്ത് പോവുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ 6 മാസമൊക്കെ ഒരു ബ്രേക്ക് വേണോ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്കിൽ അതിന്റെ ഇടയിൽ കൂടി പഠിക്കാനുണ്ടോ, അങ്ങനെയൊക്കെയുള്ള തീരുമാനം എടുക്കേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം ചിലവർ എൻട്രൻസ് എക്സാം പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വിദേശത്ത് പോയി പഠിക്കുന്നവർ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായാലും 1 ഇയർ എന്തായാലും ഗ്യാപ്പ് ഒക്കെ വരും. അപ്പൊ ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചേരണോ, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ എന്താണ്, ഡിഗ്രി ആണോ, പ്രൊഫഷണൽ കോഴ്സ് ആണോ, എങ്ങനെയാണെന്നുള്ളതൊക്കെ നന്നായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. ഓൾറെഡി നിങ്ങൾ എല്ലാവരും ഫിക്സ് ചെയ്ത് വെച്ചു, കൺഫ്യൂഷൻ ഒന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റിസർച്ച് ചെയ്യുക. കാരണം നമുക്കിപ്പോൾ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റും അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെയാണ്. കാരണം അതിലൂടെ ഒരുപാട് എക്സ്പീരിയൻസും ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽസ് A to Z നമുക്ക് അറിയാൻ പറ്റും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ഉൾപ്പെടെ അവിടെ പഠിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നന്നായിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക. കാരണം പണ്ട് ഒരു 5-10 വർഷം മുമ്പൊന്നും ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് പേര് ഓരോ കോഴ്സ് എടുത്ത് പെട്ടിട്ടുണ്ട്. അതുപോലുള്ള അബദ്ധങ്ങൾ ഇപ്പൊ പറ്റാൻ കുറവാണ്. പക്ഷെ ഇതുപോലെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരാനും നല്ല സാധ്യതയുണ്ട്. കാരണം ഒരേപോലെ നമുക്ക് ഇഷ്ടം ഒന്നിനധികം സബ്ജക്റ്റിനോടും സ്ട്രീമിനോടൊക്കെ തോന്നാം. അപ്പം നമ്മൾ വിചാരിക്കും ആ ഒരു കോഴ്സ് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യുന്നത് നമ്മുടെ സ്കില്ലും പാഷനും ഇൻട്രസ്റ്റും എങ്ങനെയൊക്കെയാണെന്ന് എഴുതി വെക്കുക. അതിനോട് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക. അതൊക്കെയാണ് നടക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇപ്പൊ ഒരു ടെമ്പററി ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ മിസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ വിഷമം, അങ്ങനെ സില്ലി ആയിട്ടുള്ള നിങ്ങൾക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ള പോലെ ടെമ്പററി ആയിട്ടുള്ള നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനെ അങ്ങനെ ഉള്ള അനുസരിച്ച് നിങ്ങളൊന്നും തീരുമാനങ്ങൾ എടുക്കരുത്. കാരണം ഒരു 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഏത് ലെവലിൽ ഉണ്ടാവണം എന്നൊരു ബോധ്യത്തോടു കൂടി ഇപ്പോൾ എന്തെങ്കിലും സെലക്ട് ചെയ്യുക. കാരണം ഇപ്പോഴത്തെ ഒരു ഇതിൽ ഓടിച്ചാടി എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്നതും അതൊന്നും അത്ര രസകരമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് മുന്നത്തെ ഒരു 10 വട്ടം ഒക്കെ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും തന്നെ നല്ല കോഴ്സുകളും അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫീൽഡിലോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കട്ടെ.